ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ 1/4 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് നല്ലപോലെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് ഇട്ട് കൊടുക്കണമെന്ന് നോക്കാം. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ എരിവുള്ള മുളക് പൊടിയില്ലേ, അതൊരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. 2.5 ടീസ്പൂണോളം കുത്തിപ്പൊടിച്ച മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നൈസായിട്ടുള്ള അരിപ്പൊടിയില്ലേ, അതിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കൈ കൊണ്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കൈ ചുട്ടുനീറ്റൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ മസാല പിടിക്കാനായിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ സമയമുണ്ടെങ്കിൽ കൂടുതൽ നേരം വെക്കുക, ഇല്ലെങ്കിൽ സമയമില്ല പെട്ടെന്ന് തന്നെ വറുത്തെടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 15 മിനിറ്റെങ്കിലും നമ്മൾ ഈ ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2 മണിക്കൂർ സമയമുള്ള കാരണം വെക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചിക്കൻ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം, അതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ പീസോളം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ പീസോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കാം. ആദ്യം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കിടക്കട്ടെ. അതിന് ശേഷം 5 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചിക്കൻ പീസോൾ വറുത്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ചിക്കൻ പീസോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള ചിക്കൻ പീസിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ പീസോളെല്ലാതും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ നിന്ന് ഈ ചിക്കൻ പീസോള് കോരിയെടുക്കാം കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ള ചിക്കൻ പീസോളെല്ലാതും ഫ്രൈ ചെയ്തതിന് ശേഷം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ചോറിൻ്റെ ഒക്കെ ഒപ്പം സൈഡായിട്ട് കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് ഇപ്പോൾ വല്ല ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ 65 ഒക്കെ ഉണ്ടാക്കാൻ കുറച്ച് സമയം പിടിക്കില്ലേ. അപ്പോൾ അതിനേക്കാളൊക്കെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് നമ്മുടെ സമയത്തിനനുസരിച്ചിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് കേട്ടോ. മിനിമം 15 മിനിറ്റെങ്കിലും വെക്കണം, അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരെ നന്ദി, നമസ്കാരം.